കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. പവർ വിഷൻ ഒരുക്കുന്ന ഈ മുഴുരാത്രി പ്രാർത്ഥനയിൽ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഈ മീറ്റിംഗ് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ ലോകവ്യാപകമായി വിവിധ ടൈം ഷെഡ്യൂളുകളായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകൈക രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ അതുല്യമായ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഒരു പ്രത്യേകതയായിരുന്നു. രാത്രിയിൽ പ്രാർത്ഥിച്ച് താൻ പ്രഭാതത്തിൽ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി വരുമ്പോൾ അത്ഭുതങ്ങളുടെ വലിയ ശുശ്രൂഷകളുടെ പരമ്പരകൾ തീർത്തതിൻ്റെ പിന്നിൽ ശക്തമായ പ്രാർത്ഥനയായിരുന്നു. മാസത്തിൽ ഒരിക്കൽ ഉറക്കമളച്ച് നാം ദൈവസന്നിധിയിൽ ഈ രാത്രി മുഴുവനും പ്രാർത്ഥനയാലും ദൈവവചന കേൾവിയും ആത്മീയാരാധനയോടും കൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം നിശ്ചയമാണ്, ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വളരെ സമർപ്പണത്തോടെ കർത്താവിനോട് സംസാരിക്കണമേ, ദൈവശബ്ദം എന്നെ കേൾപ്പിക്കണമേ, ഈ രാത്രിയിൽ എനിക്കൊരു വിടുതൽ നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടും. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യമാണ്. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുൻപിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വഴും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കർത്താവേ, അനുഗ്രഹീതമായ രാത്രിക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം, ദൈവശബ്ദം കേൾപ്പിക്കണമേ. എല്ലാ തടസ്സങ്ങളെയും ദൈവം മാറ്റി ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമുക്ക് വളരെ സുപരിചിതമായൊരു വാക്യമാണെന്ന് രാത്രി ഞാൻ വായിച്ചത്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യമാണ്. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകും. ഈ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ടിരുന്ന രാത്രി നിങ്ങളോട് ഞാൻ സംസാരിക്കുന്ന എൻ്റെ പ്രസംഗത്തിന് ഒരു തലക്കെട്ട് കൊടുക്കുന്നു. നിന്റെ ശത്രു നിന്റെ മുൻപിൽ തോറ്റുപോകും. സ്വന്തം ഒരു ദൂതാണ്, ഒരു പ്രവചന ശബ്ദമാണ്. നിന്റെ ശത്രു നിന്റെ മുൻപിൽ തോറ്റുപോകും. പ്രൈസ് ദി ലോർഡ്. ഇതൊരു പ്രവചന ശബ്ദമായി പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നോടുകൂടെ സംസാരിക്കുകയായിരുന്നു. ഞാൻ ഈ വചനത്തെ ധ്യാനിക്കുമ്പോഴൊക്കെ ശക്തമായി ദൈവാത്മാവ് ഇടപെടുകയാണ്. ചില മേഖലകളിൽ അനുഭവിക്കുന്ന വെല്ലുവിളികൾക്ക് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി മറുപടി പറയുന്നു. നിന്റെ ശത്രു നിന്റെ മുൻപിൽ തോറ്റുപോകും. നിന്നെ ജയിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മേൽ ശത്രു ജയിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സ്വന്തം ഞാൻ ഇവിടേക്ക് വരുമ്പോൾ കർത്താവിൽ അനുഗ്രഹീതനായ അനീഷ് പാസ്റ്ററുടെ പ്രസംഗം കേട്ടുകൊണ്ടാണ് ഞാൻ വരുന്നത്. ശത്രു വിഴുങ്ങിയതിനെയെല്ലാം ആ വായ്ക്കകത്തു നിന്ന് വിടുവിച്ച് പുറത്തെടുക്കുന്ന ദൈവത്തിൻ്റെ കരം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പുസ്തകമാണ്. നിരവധി സവിശേഷ ഗുണഗണങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു പുസ്തകമാണ് ആവർത്തന പുസ്തകം. ഇസ്രായേൽ നിരകളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ് ആവർത്തന പുസ്തകം. നിരവധി സവിശേഷതകളൊന്നും തന്നെ ഇന്ന് രാത്രി ഞാൻ പറയുന്നില്ല. വേഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചില ചിന്തകൾ മാത്രം പറയേണ്ടതിന് ഞാൻ ആ വാക്യത്തിലേക്ക് ഓടിയെത്തുകയാണ്. പഴയ നിയമത്തിൽ ദൈവം വെക്കുന്ന നിയമസംഹിതകൾ ലേവ്യ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പുരോഹിതന്മാരോട് സംസാരിക്കുന്നു. പക്ഷെ സാമാന്യ ജനത്തോട് സംസാരിക്കുന്ന ഒരു പുസ്തകമാണ് ആവർത്തന പുസ്തകം. നിയമസംഹിത രേഖകൾ സാമാന്യ ജനത്തോട് സംസാരിക്കുന്ന ഈ ആവർത്തന പുസ്തകത്തിൻ്റെ ഓരോ താളുകൾ നിങ്ങൾ മറിച്ചു വിടുമ്പോഴും 28-ാം അധ്യായത്തിൻ്റെ താളുകൾ മറിച്ചു വിടരുത്. വളരെ സൂക്ഷ്മമായി അത് വായിക്കുകയും പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യണം. നമ്മുടെ ആധ്യാത്മിക ക്രൈസ്തവ ജീവിതത്തിൽ വളരെ ദിശാബോധം നൽകുന്ന, അറിഞ്ഞിരിക്കേണ്ടുന്ന, ഏറ്റവും മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അനുഗ്രഹീതമായൊരു ഗ്രന്ഥമാണ്, അധ്യായമാണ് 28-ാം അധ്യായം. 28-ാം അധ്യായത്തിൽ നിന്റെ ദൈവമായ യഹോവയെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ വഴികളിൽ നടക്കുന്നവനുള്ള സകല അനുഗ്രഹങ്ങളാണ് 28-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന, ദൈവത്തെ വിട്ടുമാറാതെ ഏക സത്യ ദൈവമായ യഹോവയെ തന്നെ പിൻപറ്റുന്ന, അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ഒരു ദൈവഭക്തന് അനുഗ്രഹങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തുമ്പോൾ തന്നെ ഒരു നാണയത്തിന് 2 വശങ്ങൾ ഉള്ളതുപോലെ, ഒരു ദിവസത്തിന് പകലും രാത്രിയും ഉള്ളതുപോലെ യഹോവയെ വിട്ടകന്നാൽ, വഴികളിൽ നിന്ന് വ്യതിചലിച്ചാൽ,
ശാപത്തിൻ്റെ കൽക്കുന്നുകൾ വന്നു വീഴും. സ്വന്തം ശാപത്തിൻ്റെ കൽക്കുന്നുകൾ ചുമക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്, അനുഗ്രഹം പ്രാപിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചതെങ്കിൽ അവനെ വിട്ടു നീ അകന്നു പോകരുത്. അവൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. അടിസ്ഥാന വേദോപദേശങ്ങളെ സ്വീകരിക്കാൻ മനസ്സുള്ളവരായി മാറണം. അവിടെ ഈ അധ്യായത്തിൽ പറയുന്ന അനുഗ്രഹങ്ങൾ സവിശേഷമേറിയതാണ്. എൻ്റെ പ്രിയരെ, ആ ചിന്തകളെയെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുമ്പോൾ 4 ചിന്തകൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. അത് 4 പങ്കുവെക്കാനുള്ള സമയം എൻ്റെ മുൻപിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും വേഗത്തിൽ ചിലത് മാത്രം ഓർമ്മിപ്പിച്ച് വാക്കുകൾക്ക് വിരാമമിടുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വേഗത്തിൽ 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ അതിൻ്റെ 11-ാമത് വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 11-ാമത് വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഫിലിസ്ത്യൻ്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലിലും കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു. 17-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 24-ന്റെ അവസാനം ഇങ്ങനെ കാണുന്നു: അവൻ ഭയപ്പെട്ട് അവൻ്റെ മുമ്പിൽ നിന്ന് ഓടി. 24-ാം വാക്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു: അവനെ കണ്ടപ്പോൾ ഇസ്രായേലിലൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവൻ്റെ മുൻപിൽ നിന്ന് ഓടി. ഇസ്രായേൽ നിരകൾ ഭയപ്പെടുന്ന ഇവൻ ആരാണ്? ഇസ്രായേൽ നിരകളെ ഭയപ്പെടുത്തുന്ന ഈ ശക്തി ആരാണ്? 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു: അനന്തരം ഫിലിസ്ത്യർ സൈന്യങ്ങളെ യുദ്ധത്തിന് ഒന്നിച്ചുകൂട്ടി അവർ യഹൂദയ്ക്കുള്ള സോഖോവിൽ ഒരുമിച്ച് കൂടി സോഖോവിനും ആസയ്ക്കും മധ്യേ ഏഫോസ് ദമ്മിൽ പാളയമിറങ്ങി. അപ്പോൾ ഇസ്രായേൽ നിരകൾക്കെതിരായി നിൽക്കുന്ന, ഇസ്രായേൽ ജനത്തിനെതിരായി നിൽക്കുന്ന ശക്തി എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഫിലിസ്ത്യരാണ്. 17-ാം അധ്യായത്തിൽ കാണുന്നത് വെല്ലുവിളിക്കുന്ന ഒരു ശത്രുവിനെയാണ്. സ്വതന്ത്രം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, നിന്റെ മുൻപിൽ വെല്ലുവിളി ഉതിർത്തുകൊണ്ടിരിക്കുന്ന, ശക്തമായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ശത്രു നിന്റെ മേൽ ഇനി അധിക നാൾ ജയമെടുക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ വെല്ലുവിളികൾക്ക് ഒരു അറുതി വരുത്താൻ, ഈ വെല്ലുവിളികൾക്ക് ഒരു അവസാനം വരുത്തുവാൻ, ഇതിനൊരു വിരാമമിടുവാൻ ഇന്നു രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ പ്രാർത്ഥന വെറുതെയല്ല, നിന്റെ കണ്ണുനീര് വെറുതെയല്ല. അവൻ ഈ രാത്രി മുഴുവൻ നീ ദൈവസന്നിധിയിൽ ഇരുന്നത് വെറുതെയല്ല. ഈ വെല്ലുവിളികൾക്ക് അറുതി വരുത്തുവാൻ ഈ രാത്രി സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. ആരാണ് ഫിലിസ്ത്യൻ എന്നറിയാമോ? ആരാണ് ഫിലിസ്ത്യൻ? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു: മിസ്രൈമോ ലൂദിയും അനാമിയും ലഹോബിയും നപ്തൂഹിയും പത്രൂസിയും കസ്ലൂഹിയും ഇവരിൽ നിന്നോ ഫിലിസ്ത്യർ ഉത്ഭവിച്ചു. അപ്പോൾ ഫിലിസ്ത്യരുടെ ഉത്ഭവം ഉൽപ്പത്തി പുസ്തകത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ കാണുന്നു. വീണ്ടും ഇവര് എവിടെയാണ് തലമുക്കുന്നതെന്ന് അറിയാമോ? അവൻ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ കാണുന്നു: അബ്രഹാമിന്റെ പിതാക്കന്മാർ കുത്തിയ കിണർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ വെല്ലുവിളിക്കുന്ന ഫിലിസ്തീയ ശക്തിയെ അവൻ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. മണ്ണിട്ട് ചിലത് നികത്തുന്ന ശക്തി, മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുന്ന ചില ശക്തി. പ്രൈസ് ദി ലോർഡ്. മണ്ണിട്ട് മൂടിക്കളയാൻ ശത്രു അവൻ ആഗ്രഹിക്കുമ്പോഴും ഈ രാത്രി ശത്രു കുത്തി അവൻ മണ്ണിട്ട് മൂടിയതൊക്കെ വീണ്ടും 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 അതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കരം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി ചലിക്കുകയാണ്. നിന്റെ പിതാക്കന്മാരുടെ അവകാശത്തെ മണ്ണിട്ട് മൂടിയത്, നിന്റെ പിതാക്കന്മാരുടെ നന്മകളെ മണ്ണിട്ട് മൂടിയത്, നിന്റെ പിതാക്കന്മാരുടെ നന്മകളെ നിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത്, നിന്റെ പിതാക്കന്മാരുടെ നന്മകളെ നിന്നിൽ നിന്ന് അകറ്റിക്കളഞ്ഞ ശത്രുവിന്റെ ചില വെല്ലുവിളികൾക്ക് സ്വർഗം ആറുതി വരുത്തി മണ്ണിട്ട് മൂടിയതിനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു രാത്രിയാ. സ്വതന്ത്രം. നിന്റെ വേദികളെ മണ്ണിട്ട് മൂടിയെങ്കിൽ, നിന്റെ അവസരങ്ങളെ മണ്ണിട്ട് മൂടിയെങ്കിൽ, അടകൾ ഖരാജനാദിയ നിനക്ക് ലഭിക്കേണ്ടത് പലതും മണ്ണിട്ട് മൂടിയെങ്കിൽ വിശ്വസിക്ക്, സ്വർഗം അതിനെ പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാണ്. അത് വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. സ്വതന്ത്രം. അവൻ മണ്ണിട്ട് മൂടിക്കളയുന്ന ശക്തി. സ്വതന്ത്രം. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇസഹാക്കിന്റെ വളർച്ച കണ്ടപ്പോൾ അസൂയപ്പെട്ട ശത്രു ഇസഹാക്കിനോട് പറയുന്നു, ഞങ്ങളുടെ ദേശം വിട്ടു പോകണം. അപ്പം അതിരിൽ നിന്ന് ഓടിക്കുന്ന ഫിലിസ്തീയ ശക്തി, മണ്ണിട്ട് മൂടുന്നവൻ, അസൂയപ്പെടുന്നവൻ, സ്വന്തം ദേശത്തു നിന്ന് അവകാശത്തിനകത്തു നിന്ന് ഓടിക്കുന്ന ഫിലിസ്തീയ ശക്തി. സ്തോത്രം. എൻ്റെ പ്രിയരെ, ഇങ്ങനെ ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഫിലിസ്തീയ ശക്തികൾ. യോശുവയോട് ദൈവം പറഞ്ഞു, നീ വാളുമായിട്ട് ദേശത്തേക്ക് ഇറങ്ങണം. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കാണുന്നു: ആമൻ, നീ വയസ്സ് ചെയ്യുന്ന വൃദ്ധനായിരിക്കുന്നു, ഇനിയും ഏറെ ദേശങ്ങൾ വെട്ടിപ്പിടിക്കാനുണ്ട്. യോശുവ ദേശത്തേക്ക് ഇറങ്ങി. അസ്തോദ്, അസ്കലോനിയ, ഗസ, ഗത്തിയ, ആമൻ എന്നിങ്ങനെ എക്രോൻ എന്നിങ്ങനെ 5 ഫിലിസ്തീയ ദേശങ്ങൾ. പക്ഷേ
അപ്പച്ചൻ്റെ വാളിന് തെറ്റിയൊഴിഞ്ഞ് 5 ദേശങ്ങൾക്കകത്ത് ഫെലിസ്തീൻ എന്ന ശക്തി മറഞ്ഞു കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വേഗത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തപ്പോൾ 40 വർഷം ഇസ്രായേലിനെ ഞെരുക്കാൻ ഫെലിസ്ത്യരുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. അവൾ നോക്കിക്കേ, അവൻ മണ്ണിട്ട് നികത്തുന്നവരാണ് ഈ ശക്തികൾ, അസൂയപ്പെടുന്നവരാണ്, ദേശത്തു നിന്ന് ഓടിക്കുന്നവരാണ്, ഇസ്രായേൽ ദേശത്തിന് പുറപ്പെട്ടു പോകുവാൻ അവസരം കൊടുക്കാത്ത, വഴി കൊടുക്കാത്തവരാണിവർ. ഇങ്ങനെ മുന്നോട്ട് പോയ ശക്തി അവൻ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായി എഴുന്നേറ്റ് വരികയാണ്. അവൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ രാത്രി വിളിച്ചു പറയട്ടെ, എവിടെയൊക്കെയോ പതുങ്ങിക്കിടക്കുന്ന ചില ശക്തികൾ നിനക്കെതിരായി തലപൊക്കുന്നതിനെ ആത്മാവ് വെളിപ്പെടുത്തുമ്പോൾ അടങ്ങിയിരിക്കരുത്. ഓ രാധാബാനാബ ഷൈഡാബാന റിഖാബാനാബ ഷൈഡാരകൾ കരാദന അർത്ഥന രകൾ കരാദന ദിയാദര. പതുങ്ങിക്കിടക്കുന്ന ചിലത് നിന്നെ വിഴുങ്ങിക്കളയാൻ, നിന്നെ തകർത്തുകളയാൻ, നിന്നെ ഒതുക്കിക്കളയാൻ അതരഹസ്യ തലപൊക്കുന്നത്, പതുങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് ഉയർന്നു വരുന്നത്, തലപൊക്കുന്നത് ഇന്ന് രാത്രി നീ അറിയാതിരിക്കരുത്. ഉണർന്നെഴുന്നേൽക്ക്, ഇതൊരു വിടുതലിന്റെ രാത്രിയായി മാറാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിനെ ഞെരുക്കാനായി ഇവർ എഴുന്നേറ്റു. പക്ഷെ ദൈവം അപ്പുറത്ത് ഒരു ശിംശോനെ എഴുന്നേൽപ്പിച്ചു. ന്യായാധിപത്യ വാഴ്ച എന്ന് പറയുന്നത് ഇരുളടഞ്ഞ കാലഘട്ടമാണ്. ആ ഇരുളടഞ്ഞ 40 വർഷം ന്യായാധിപത്യ വാഴ്ച, ആ കാലഘട്ടത്തിൽ ഒരു ചെറുസൂര്യനെ പോലെ ദൈവം എഴുന്നേൽപ്പിച്ച ശിംശോൻ. സ്വതം. പക്ഷേ ആരെ പിടിച്ചു കെട്ടാൻ ദൈവം എഴുന്നേൽപ്പിച്ചോ അവരാൽ അവൻ പിടിച്ചു കെട്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ശിംശോനെ നിങ്ങൾ നോക്കൂ, അവൻ പിടിച്ചു കെട്ടി, കണ്ണുകൾ രണ്ടും കുത്തിപ്പൊട്ടിച്ചു, അവൻ ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു. ഞാൻ വേഗത്തിൽ ഈ ഭാഗങ്ങൾ പറഞ്ഞു പോകുക. ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു. എന്താ ഈ ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചത്? ഞാൻ ചിലരോടൊക്കെ ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞു, ഇരുമ്പ് ചങ്ങലകൾ കാലപ്പഴക്കത്തിൽ അവൻ തുരുമ്പി പൊട്ടാൻ സാധ്യതയുണ്ട്, അത് പൊട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ചെമ്പു ചങ്ങലകൾ ഒരിക്കലും പൊട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും പൊട്ടാത്ത ചില കെട്ടുകളാ നിനക്ക് നേരെ കെട്ടിയതെങ്കിലും അതിനെ പൊട്ടിക്കാൻ കഴിയുന്ന ഒരു ആത്മശക്തി. Yes. Oh, Radha എത്ര പേർ വിശ്വസിക്കുന്നു? ഉടവരക ശകൽ ഖരാദനാദിയ. ഒരിക്കലും പൊട്ടാത്ത ചില കെട്ടുകൾ നിനക്കെതിരായി, നിന്റെ തലമുറകൾക്കെതിരായി കെട്ടിയത്, നിന്റെ മിനിസ്ട്രിക്കെതിരായി കെട്ടിയത്, നിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരായി കെട്ടിയത്, ഒരു നന്മ കാണാൻ അനുവദിക്കാതെ, ഒരു വിടുതൽ അനുഭവിക്കുവാൻ അനുവദിക്കാതെ, മുൻപോട്ട് പോകുവാൻ അനുവദിക്കാതെ ഒരിക്കലും പൊട്ടാത്ത ചില കടുങ്കെട്ടുകളെ കെട്ടിയത് അവൻ പൊട്ടിക്കുന്ന ഒരു രാത്രിയായി ആത്മാവിനെ മാറ്റുമ്പോൾ വിശ്വസിക്കുന്നവർ ഇന്നു രാത്രി ആ വിടുതലിനെ ഒന്ന് റിസീവ് ചെയ്യ്. ഇത് നിന്റെ തലമുറയുടെ വിടുതലിന്റെ രാത്രിയാ. ഇത് നിന്റെ വിടുതലിന്റെ രാത്രിയാ. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന രാത്രിയാ. എല്ലാ രാത്രികൾ പോലെ ഒരു രാത്രി അല്ലിത്. എല്ലാ ദിവസങ്ങൾ പോലെ ഒരു ദിവസം അല്ലിത്. ഇത് വിടുതലിന്റെ രാത്രിയാ. യെസ്. ഹോ രാധാരാധനാദിയ. യെസ്. ഒരിക്കലും പൊട്ടാത്ത ചില കെട്ടുകളാണ് നിനക്കെതിരെ കെട്ടിയതെങ്കിൽ അവൻ എത്ര പ്രാർത്ഥിച്ചാലും പൊട്ടരുതെന്ന്, എത്ര പ്രാർത്ഥിച്ചാലും പുറത്തു വരരുത്, എത്ര പ്രാർത്ഥിച്ചാലും വിടുതൽ അനുഭവിക്കരുത്, എത്ര പ്രാപിച്ചാലും നീ നന്മ കാണരുത്, എത്ര പ്രാർത്ഥിച്ചാലും നീ വിടുതൽ അനുഭവിക്കരുത്. വാശിയോടെ കെട്ടിയ ചില കെട്ടുകളെ ആത്മാവ് ഇന്നു രാത്രി പൊട്ടിക്കുകയാ. യെസ്. ഹല്ലേലൂയ. ദാഗോന്റെ ക്ഷേത്രത്തിന്റെ കൽത്തൂണുകളിൽ ശിംശോനെ കെട്ടിയിട്ടിരിക്കുകയാണ്. സ്വതന്ത്രം. അവൻ ആ ഉത്സവ ദിവസം ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ ശിംശോനെ നോക്കി പറയുന്നത്, ആ മൊട്ടത്തലേനെ കണ്ടോ, ആ കണ്ണുപൊട്ടനെ കണ്ടോ, നമുക്ക് വലിയ നാശം ഉണ്ടാക്കിയവനാണ്. ഇവനെ നമ്മുടെ ദൈവം, നമ്മുടെ ദേവൻ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവിടെ കിടന്നുകൊണ്ട് ശിംശോൻ ഹൃദയം പൊട്ടിത്തകർന്ന ഒരൊറ്റ പ്രാർത്ഥന, കർത്താവേ ഒരിക്കൽ കൂടെ ആ ശക്തി എൻ്റെ മേൽ പകരണമേ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ദലീലയുടെ മടിയിൽ തലവച്ചുറങ്ങിയപ്പോൾ അവൻ്റെ ശക്തി ഏതിലാണെന്ന് അവളോട് വെളിപ്പെടുത്തി. നിങ്ങൾ നോക്കൂ, ജഡ 7 മുറിച്ചു മാറ്റിയാൽ ശക്തി പോകുമെന്ന് അവൻ പറഞ്ഞു. അവൻ ദലീല ആളുകളെ വരുത്തി ജഡ 7 മുറിച്ചു മാറ്റി. അവൻ തലയിൽ 7 ജഡകളിൽ കത്തി കയറിയിട്ടും ശിംശോൻ അറിഞ്ഞില്ല, ആ വിധത്തിൽ ഉറങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? അവൻ ഉറങ്ങിപ്പോയി. തലയിൽ കത്രിക കയറിയിട്ടും അറിയാത്ത വിധത്തിൽ ഉറങ്ങിപ്പോയി. ഒത്തിരി ശിംശോന്മാരെ ഉറക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഒത്തിരി ശിംശോന്മാരെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ വ്യത്യസ്തനായി നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഓ ജീസസ്. നമ്മളെ പിടിച്ചു നിർത്തുന്നത് ദൈവത്തിന്റെ വചനമാ. നമ്മെ പിടിച്ചു നിർത്തുന്ന ദൈവത്തിന്റെ ശക്തിയാ. വചനത്തിനകത്ത് കത്രിക കയറരുത്, ഉപദേശത്തിനകത്ത് കത്രിക കയറരുത്. നിന്നെ പിടിച്ചു കെട്ടാൻ, നിന്നെ തകർത്തു കളയാൻ പിൻപിൽ നിൽക്കുന്ന ശക്തികളെ ഇന്ന് രാത്രി തിരിച്ചറിയ. കൃപ
എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഒരു മനുഷ്യന്റെ തലയിൽ 7 ജടകൾ മുറിച്ചു മാറ്റുമ്പോഴും അറിയാത്ത വിധത്തിൽ ശിംശോനെ ഉറക്കിക്കളഞ്ഞു. സ്വതം ശക്തി നഷ്ടപ്പെട്ട ശേഷം മനുഷ്യനായവൻ ഇപ്പോൾ ദാഗോന്റെ ക്ഷേത്രത്തിന്റെ കൽത്തൂണുകളിൽ കെട്ടിപ്പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഒരിക്കൽ കൂടെ ആ ശക്തി എൻ്റെ മേൽ പകരണമേ. സ്വതം ഈ ഫെലിസ്തീനോട് കൂടെ ഞാൻ നശിച്ചു പോയാലും സാരമില്ല, എനിക്ക് ആ ശക്തി ഒന്ന് വേണം. സ്വതം ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ചവന്റെ മേൽ ആത്മശക്തി ഇറങ്ങി. അവനെ കെട്ടിയ തൂണുകളെ അവൻ ചാരി ഒന്ന് നിവർന്നതും ആ തൂണുകളുടെ അടിത്തറ ഇളകുകയാണ്. രാത്രി ചിലത് നിന്റെ തലമുറയെ ബന്ധിച്ചൊതുക്കിയ ചില അടിത്തറകളെ ദൈവം ഇളക്കുകയാ. ചില അടിസ്ഥാനങ്ങളെ ദൈവം ഇന്നു രാത്രി ഇളക്കുകയാ. മൗനമായിരിക്കാൻ പറ്റില്ല കേട്ടോ, അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഇതെന്റെ വിടുതലിന്റെ രാത്രിയാണെന്ന് ആത്മാവിൽ ഉറപ്പുള്ളവർ അവർ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആ വിടുതൽ ഏറ്റെടുക്കുന്ന രാത്രിയാണ്. വിശ്വസിക്കുക. ചില അടിത്തറകളെ ദൈവം വിളക്കുകയാണ്, ചില അടിസ്ഥാനങ്ങളെ ദൈവം വിളക്കുകയാണ്. അടക രഹസ്യാന നാളുകളായി നിന്നെ ഒതുക്കി വെച്ച ചില അടിത്തറകളെ, ചില അടിസ്ഥാനങ്ങളെ ദൈവാത്മാവ് ഇന്നു രാത്രി ഇളക്കുന്നത്. കൃപ 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 കൃപ. പ്രൈസ് ദി ലോർഡ്. അടിത്തറയോടുകൂടി ഇളകി. സ്വതം അവൻ കെട്ടിടം മുഴുവൻ, അങ്ങനെ പറയുക, കെട്ടിടം മുഴുവൻ തകർന്നു വീണു. പ്രൈസ് ദി ലോർഡ്. 3000 പേരന്ന് പട്ടുപോയി. ആമേൻ. പക്ഷെ അതിനകത്തൊരു ആത്മിക ചിന്ത ഞാൻ പറയാം. അകത്ത് ദാഗോൻ എന്നൊരു ശക്തി ഇരിപ്പുണ്ട്. സ്വതം ദാഗോൻ പറയുന്നൊരു വാക്കുകൾ ഞാൻ ഇങ്ങനെ പറയട്ടെ. ശിംശോനെ, നീ എൻ്റെ 3000 പേരെ കൊന്നു. അതിനകത്ത് പ്രഭുക്കന്മാരുണ്ട്, മല്ലന്മാരുണ്ട്, എൻ്റെ കരുത്തന്മാരുണ്ട്. പക്ഷെ ഞാൻ അകത്തുണ്ട്. ഇന്ന് രാത്രി മറഞ്ഞു നിന്ന് വെല്ലുവിളിക്കുന്ന ചില ദാഗോന്യ മണ്ഡലങ്ങളെ അകക്കണ്ണ് തുറന്ന് കാണുന്ന വെളിപ്പാടിന്റെ കണ്ണുകൾ കാണുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, ഓ കൃപ. ഞാൻ അവിടെ നിന്ന് ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരികയാണ്. ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഇസ്രായേൽ ഫിലിസ്ത്യർക്ക് നേരെ യുദ്ധത്തിന് അയച്ചു. സ്വതം ഇസ്രായേലിൽ പരാജയപ്പെടാൻ തുടങ്ങിയപ്പോൾ അവർക്കൊരു ബുദ്ധി തോന്നി. ഹോപ്നി ഫിനെഹാസോട് ചിന്തിച്ചു, യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നാൽ യുദ്ധത്തിൽ ജയിക്കാം. സ്വതം ആലയത്തിൽ നിന്ന് പെട്ടകം യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവന്നു. യുദ്ധക്കളത്തിലേക്ക് വന്നതും അവരൊരൊറ്റ ആർപ്പിടാൻ തുടങ്ങി. ആർപ്പ് കേട്ടപ്പോൾ ഫിലിസ്ത്യന്റെ അകത്തൊരു നടുക്കം ഉണ്ടായി. എന്താ കാര്യം? പെട്ടകം പടക്കളത്തിൽ വന്നു. സ്വതം ഇസ്രായേലിയർക്ക് ഒരു മുൻപരിചയമുണ്ട്. പെട്ടകം ചുമന്നുകൊണ്ട് നടന്ന ആമൻ പുരോഹിതന്മാരും ജനം ഒന്നിച്ച് ആർപ്പിട്ടപ്പോൾ യെരികോവിന്റെ വൻമതിൽ കൺമുൻപിൽ തകർന്നു വീണ ഒരു ചരിത്രമുണ്ട്. സ്വതം അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ ആർപ്പിട്ടത്. ആമേൻ. പക്ഷേ ആമൻ യെരികോവിന്റെ മുൻപിൽ പെട്ടകം ചുമന്ന പുരോഹിതന്മാരും ജനവും ആർപ്പിട്ടത് ദൈവത്തിന്റെ കൽപ്പന പ്രകാരമാണ്, ദൈവത്തിന്റെ അരുളപ്പാട് പ്രകാരമാണ്, ദൈവം പറഞ്ഞതിനനുസരിച്ചാണ്. പക്ഷെ ഇന്ന് ഈ പടക്കളത്തിൽ ഈ പെട്ടകം വന്നത് ദൈവത്തോട് ആലോചന ചോദിച്ചല്ല. സ്വതം സംഭവിച്ചതെന്താ? ആമൻ. സംഭവിച്ചത് ഇസ്രായേലിയർ പരാജയപ്പെട്ടു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, പെട്ടകം പിടിക്കപ്പെട്ടു. പെട്ടകം എന്ത് ചെയ്തു? പിടിക്കപ്പെട്ടു. ഞാൻ നിങ്ങളോട് ആമൻ അടുത്ത ചില അധ്യായങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ പെട്ടകത്തിന്റെ ഒരു പ്രത്യേകത, സർവ്വഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകം, ബലത്തിന്റെ പെട്ടകം, സാക്ഷി പെട്ടകം, അവൻ ദൈവത്തിന്റെ പെട്ടകം എന്നൊക്കെ അറിയപ്പെടുന്ന പെട്ടകം. ഈ പെട്ടകത്തിനകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പനകളുള്ള യഹോവയുടെ പെട്ടകം, ദൈവത്തിന്റെ തേജസ് അടങ്ങുന്ന പെട്ടകം. ഈ പെട്ടകത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ പെട്ടകം തൊട്ട ഊസായെ ഈ പെട്ടകം ഛേദിച്ചു കളഞ്ഞു. സ്വതം പെട്ടകം നോക്കിയ 50,000-ലധികം ആളുകളെ ഈ പെട്ടകം ഛേദിച്ചു കളഞ്ഞു. നോക്കിയവനെ തട്ടിയ പെട്ടകം, തൊട്ടവനെ തട്ടിയ പെട്ടകം. ഈ പെട്ടകം പിടിക്കപ്പെടുവോ? പ്രൈസ് ദി ലോർഡ്. തകശുതോൽ കൊണ്ട് നീലത്തോൽ കൊണ്ട് പൊതിഞ്ഞ് ആമൻ ഉത്തരവ് ലഭിക്കുമ്പോൾ കഹാത്യർ മുന്നോട്ട് വന്ന് പെട്ടകം ചുമലിലെടുക്കും. അങ്ങനെയുള്ള പെട്ടകം പിടിക്കപ്പെടുവോ? സ്വതം നിങ്ങളെന്നെ മിണ്ടാത്ത മറുപടി പറയുന്നില്ലല്ലോ. തൊടുന്നവനെ തട്ടുന്ന പെട്ടകം, നോക്കുന്നവനെ തട്ടുന്ന പെട്ടകം. സ്വതം ഈ പെട്ടകം പിടിക്കപ്പെടുവോ? എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് പിടിക്കപ്പെട്ടതല്ല, ഇത് കയറി ചെല്ലുകയായിരുന്നു. എങ്ങോട്ടാ കയറി ചെല്ലുന്നതെന്നറിയാമോ? ദാഗോന്റെ ക്ഷേത്രത്തിനകത്തോട്ട്. എത്ര പേർക്ക് ആ ദൂതിന്റെ ആഴം മനസ്സിലാകുന്നുണ്ട്? പെട്ടകം പിടികൊടുത്തത് അവൻ ദാഗോന്റെ ക്ഷേത്രത്തിലേക്ക് കയറുകയാ. ഹല്ലേലൂയ. ഈ പെട്ടകത്തിന്റെ മുൻപിൽ
ആമൻ ആമൻ നടന്നു വളർന്ന് ആമൻ വലുതായ ഒരു ചെക്കനുണ്ട് ശമൂവേൽ. ഹല്ലേലൂയ. ആ ശമൂവേൽ ന്യായപാലന തുറന്നിറങ്ങും മുൻപേ ഫെലിസ്ത്യരുടെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. അദൃശ്യമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഒരു ദാഗോന്യ ശക്തിയുണ്ട്. അതിനെ തകർക്കാൻ പെട്ടകം ദാഗോന്റെ ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുകയാണ്. ഓ കൃപ കൃപ. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകുന്നവർ മൗനമായി ഇരിക്കരുത്. ശിംശോൻ തകർന്നപ്പോൾ, ശിംശോൻ അവൻ 3000 പേരോടൊപ്പം വീണപ്പോൾ അകത്തിരുന്ന് ദാഗോൻ പറഞ്ഞത്, ഞാൻ അകത്തുണ്ടെന്ന്, ഞാൻ ശേഷിക്കുന്നുണ്ടെന്ന്. എന്നാൽ ആ ദാഗോന്യ മണ്ഡലത്തെ തകർക്കാൻ പെട്ടകം ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി പിടിതരാത്ത ചില ശക്തികളെ, ചില ശത്രുവിനെ നിന്റെ മുൻപിൽ തകർത്തിടേണ്ടതിന് നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുകയാ, നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങുകയാ, നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങുകയാ. ഈ രാത്രി പിടിതരാതെ മറഞ്ഞു നിൽക്കുന്ന ചില ദാഗോന്യ മണ്ഡലങ്ങളെ തകർക്കാൻ, നിന്റെ ഭാവിക്കെതിരായി, നിന്റെ ഉയർച്ചയ്ക്കെതിരായി, നിന്റെ ശുശ്രൂഷയ്ക്കെതിരായി, നിന്റെ വളർച്ചയ്ക്കെതിരായി, നിന്റെ ആത്മീക അഭിവൃദ്ധിക്കെതിരായി ഈ രാത്രിയിൽ മറഞ്ഞു നിൽക്കുന്ന ആ ദാഗോന്യ മണ്ഡലത്തെ തകർക്കാൻ ഈ രാത്രി സ്വർഗം ഇറങ്ങുകയാണ്. വിശ്വസിക്കുന്നവർ ഈ രാത്രി ആ വിടുതൽ സ്വീകരിക്കട്ടെ. ദൈവാത്മാവിനോട് ശക്തമായി ഇടപെടുന്നു. ഇന്ന് രാത്രി ആ പെട്ടകം നിനക്ക് വേണ്ടി ചലിക്കുകയാ, സ്വർഗം നിനക്ക് വേണ്ടി ചലിക്കുകയാ. ദൈവാത്മാവ് ദൂത ഇടപെടുകയാ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചലിക്കുകയാ, നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി ചലിക്കുകയാ. നിന്റെ മിനിസ്ട്രി വളരാൻ അനുവദിക്കാതെ, നിന്റെ ശുശ്രൂഷ അഭിവൃദ്ധിപ്പെടാൻ അനുവദിക്കാതെ, നീ പുറത്തു വരുവാൻ അനുവദിക്കാതെ നിന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ആ രഹസ്യമണ്ഡലത്തിൽ, ആ ദൃശ്യമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ആ ദാഗോന്യ മണ്ഡലത്തെ ഇന്ന് രാത്രി ഉടയ്ക്കുന്ന ദൈവത്തിന്റെ കരം വിശ്വസിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി. യെസ് യെസ് യെസ്. നിന്റെ തലമുറ എത്ര ഇന്റർവ്യൂവിൽ പങ്കെടുത്താലും അവിടെയൊക്കെ പരാജയമാ. എത്ര പരീക്ഷകൾ എഴുതിയാലും പരാജയമാ. എവിടൊക്കെ യാത്രയ്ക്ക് ശ്രമിച്ചാലും പരാജയമാണ്. പരാജയത്തിന്റെ വെല്ലുവിളി, പരാജയത്തിന്റെ കയ്പ് നാളുകളായി ഇന്നു രാത്രി കയ്പ് കാടി പോലെ വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനാറുതി വരുത്തോ. ആ പെട്ടകം നിനക്ക് വേണ്ടി ഈ രാത്രി ഇറങ്ങി വരുന്നത് ആത്മാവിൽ അറിയുന്നവർ മൗനമായി ഇരിക്കരുത്. ആ വിടുതലിനെ ഏറ്റെടുത്ത് ഈ രാത്രി ശക്തിയോടെ. കൃപ കൃപ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 21 ദിവസമായി ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ 14 രാത്രി മുതൽ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിന്റെ ചില വെളിപ്പാടുകളാണ്. പ്രൈസ് ദി ലോർഡ്. ശക്തമായി ഈ സ്റ്റുഡിയോയിൽ ഈ വചനം സംസാരിക്കുമ്പോൾ ലോകത്ത് എവിടെയാണ് ഇരുന്ന് ഈ സന്ദേശം ശ്രദ്ധിക്കുന്നതെങ്കിലും നിനക്കെതിരായി അദൃശ്യമണ്ഡലത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില ദാഗോന്യ ശക്തികളെ ഉടച്ചെറിയേണ്ടതിന് ശമൂവേൽ വളർന്നത് ഈ പെട്ടകത്തിന്റെ മുന്നിലാണ്. ശമൂവേൽ ഉറങ്ങിയത് ഈ പെട്ടകത്തിന്റെ മുന്നിലാണ്. ആലയത്തില് ശമൂവേൽ ഇറങ്ങാൻ പോകുകയാണ്, ന്യായപാലനത്തിന് ഇറങ്ങാൻ പോകുകയാണ്. അതിനു മുമ്പ് ചെയ്യേണ്ടതെല്ലാം പെട്ടകം ഇറങ്ങി ചെയ്യുകയാണ്. സ്വതന്ത്രം. നിന്റെ തലമുറയെ ദൈവം കണ്ടതാ, ദൈവം വിളിച്ചതാ, ദൈവം നിന്നെ വിളിച്ചതാ. നിനക്ക് വേണ്ടിയുള്ള ദൈവം ചെയ്യുമ്പോൾ എവിടെയൊക്കെ വഴി ക്ലിയർ ആക്കണമോ അവിടെയെല്ലാം സ്വർഗം ഇറങ്ങി ചെയ്യുകയാണ്. വിശ്വസിക്കുന്നവർ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്വതന്ത്രം. ദാഗോന്റെ ക്ഷേത്രത്തിൽ പെട്ടകം കയറി. നമ്മൾ കണ്ടത് പെട്ടകം പിറ്റേ ദിവസം ദാഗോൻ പെട്ടകത്തിന് മുന്നിൽ കവിണ്ണു വീണ് കിടക്കുന്നു. വീണ്ടും പുള്ളി എടുത്തു വെച്ചു. പിറ്റേ ദിവസം കണ്ടത് ദാഗോൻ തകർന്ന് തരിപ്പണമായി കിടക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയാം, ചില ദാഗോന്യ ശക്തികൾ തകർന്ന് തരിപ്പണമായി മാറാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ ഗൗരവമേറിയ ഒരു ചിന്ത കൂടി പറയട്ടെ. പെട്ടകം പിടിക്കപ്പെട്ടപ്പോൾ ഹോപ്നിയും ഫിനെഹാസും പട്ടുപോയി. യുദ്ധത്തിൽ നിന്ന് ഒരുത്തൻ ഓടി ചെന്നിട്ട് പുരോഹിതനോട് പറഞ്ഞു, പുരോഹിതനോട് പറഞ്ഞു, നമ്മൾ തോറ്റു, പെട്ടകം പിടിക്കപ്പെട്ടു, ഹോപ്നിയും ഫിനെഹാസും തീർന്നു, പട്ടുപോയി. കൺകാഴ്ച വാങ്ങിയ പുരോഹിതൻ 98 വയസ്സുള്ളവൻ പുറകോട്ട് വീണു, പടലി ഒടിഞ്ഞ് മരിച്ചു, കഴുത്തൊടിഞ്ഞ് മരിച്ചു. നിറവയറോടുകൂടി ഇരിക്കുന്ന മരുമകൾ പെങ്കൊച്ച് അവൻ നിലത്തു വീണു. അവൾ പ്രസവവേദന കൊണ്ട് വേദനപ്പെടാൻ തുടങ്ങി. ഒരു മകനെ പ്രസവിക്കുമ്പോൾ നൊന്ത് പ്രസവിക്കുമ്പോൾ വേദനയോടെ ഭർത്താവിന്റെ സഹോദരൻ മരിച്ചു, അമ്മായിയപ്പൻ മരിച്ചു. അതിലുപരി പെട്ടകം പിടിക്കപ്പെട്ടു, ഇസ്രായേലിൽ നിന്ന് മഹത്വം പോയി എന്ന് പറഞ്ഞ് ആ പെങ്കൊച്ച് വേദനയോടെ ആ മകനെ പ്രസവിക്കുമ്പോൾ ആ മകൻ അവളെ പേരിട്ടു ഈക്കാബോദ് എന്ന് പേരിട്ടു. ഇസ്രായേലിൽ നിന്ന് മഹത്വം പോയി എന്ന് പറഞ്ഞ് അവൻ ഈക്കാബോദ് എന്ന് പേരിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ അവളുടെ കണ്ണുകൾ തിരുമി അടച്ചു. സ്വതന്ത്രം. പെട്ടകത്തെ
അവൻ ദൈവത്തിൻ്റെ വ്യവസ്ഥയില്ലാതെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ കനത്ത വില കൊടുത്തെങ്കിൽ തമ്പുരാന്റെ കാര്യപരിപാടിക്കകത്ത് തന്നിഷ്ടപ്രകാരം കൈകടത്തിയ കുടുംബത്തെ ദൈവം തൊട്ടെങ്കിൽ ഗൗരവത്തോടെ ഞാൻ പറയാം, ഈ വചനത്തിന് വില കൊടുക്കുക. ആമേൻ. ദൈവത്തിന്റെ അരുളപ്പാടുകൾക്ക് വില കൊടുക്കുക. നമ്മുടെ ഇഷ്ടപ്രകാരം ദൈവത്തെ നമ്മുടെ വാരിധിയിൽ നിർത്താൻ ശ്രമിക്കരുത്. നമ്മുടെ ചിട്ടയ്ക്കൊത്ത് വരുന്നവനല്ല ദൈവം. ദൈവത്തിന്റെ ചിട്ടയ്ക്കനുസരിച്ച് നീ കയറി വരുന്നെങ്കിൽ നിന്നെ ആദരിക്കാൻ ദൈവം ശക്തനാണ്. സ്വതം പെട്ടകം പിടിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, കയറി ചെന്നു ദാഗോനെ തകർത്തു. ആമേൻ. വീണ്ടും ആ അധ്യായത്തിന് മുന്നോട്ട് വരുമ്പോൾ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വേഗത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. സ്വതം ശമൂവേലിന്റെ നേതൃത്വത്തിൽ മിസ്പയിൽ ഒരുമിച്ച് കൂടി. 7-ാം അധ്യായത്തിലാണ്. 7-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. ആമേൻ. ശമൂവേൽ അവിടെ ഒരു യാഗം നടത്തി. ദൈവത്തെ ആരാധിച്ചപ്പോൾ തമ്പുരാൻ ഇടിവെട്ടിയപ്പോൾ ഫെലിസ്ത്യർ ചിതറി ഓടി. ആമേൻ. അങ്ങനെ കയറി വന്ന ഫെലിസ്ത്യർ ചിതറി ഓടി. ഇസ്രായേലർ അവരെ ഓടിച്ചിട്ട് വെട്ടി. നിനക്കെതിരായി വരുന്ന ശത്രുവിനെ ദൈവം നിന്റെ മുൻപിൽ തോൽക്കുമാറാക്കും. ഒരു വഴിയായി വന്നവൻ 7 വഴിയായി ചിതറി. സ്വതം അവിടെ വചനം വായിക്കുന്നത്, ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. അച്ഛൻ മണ്ണിട്ട് മൂടിയവൻ, അവൻ മണ്ണിട്ട് മൂടുന്ന ശക്തി ഒതുങ്ങാൻ തുടങ്ങിയെന്ന്. ദേശത്തു നിന്ന് ഓടിക്കുന്ന ശക്തി ഒതുങ്ങാൻ തുടങ്ങിയെന്ന്. നീ മുന്നോട്ട് പോകാൻ അനുവദിക്കത്തില്ലെന്ന് വാദിച്ച ഫെലിസ്ത്യ ശക്തി ഒതുങ്ങാൻ തുടങ്ങിയെന്ന് വിശ്വസിക്കുക. അവൻ ചിലത് ഒതുങ്ങാൻ തുടങ്ങിയെന്ന് എന്ന് പറഞ്ഞാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, നിന്റെ കണ്ണുനീരിന് മറുപടിയായി, നിന്റെ നിലവിളിക്ക് മറുപടിയായി, നിന്റെ ഉപവാസത്തിന് മറുപടിയായി, ഈ മുഴുരാത്രി പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ച ദൈവവേദനെ മറുപടിയായി അവൻ ചിലത് ഒതുങ്ങാൻ തുടങ്ങി. അടുത്ത വാക്യം, പിന്നീട് ഇസ്രായേൽ ദേശത്തേക്കൊന്നും അവർ വന്നില്ല. സ്വതം ശമൂവേലിന്റെ കാലത്തൊക്കെ യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. അവൻ അങ്ങനെ ഒരു സ്വസ്ഥതയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഞാൻ നിങ്ങളെ 15-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലേക്ക് 15-ാം അധ്യായത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. 15-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം. പിന്നെ ശമൂവേൽ രാമയിലേക്ക് പോയി. ശൗലിന്റെ ഗിബയിൽ അരമനയിലേക്ക് പോയി. ശമൂവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. ശൗലിൽ നിന്നും രാമയിലേക്ക് പോയതോടുകൂടി വീണ്ടും ഫെലിസ്ത്യർ തലപൊക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. വചനത്തെ കാത്തവൻ, അഭിഷേകത്തിന് വില കൊടുത്തവൻ, ഉപദേശത്തിന് വില കൊടുത്തവൻ ദൈവസന്നിധിയിൽ നിവരെ നിന്നപ്പോൾ ഫെലിസ്ത്യർ ഒതുങ്ങിയതാണ്. സ്തോത്രം. ദൈവത്തിന്റെ കൈ ഈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. അവൻ ശമൂവേൽ ആരാന്നറിയാമോ? ന്യായാധിപനാണ്, പ്രവാചകനാണ്. അവൻ അദ്ദേഹം പുരോഹിതനാണ്. അദ്ദേഹം ന്യായാധിപനാണ്. ന്യായാധിപൻ, പ്രവാചകൻ, പുരോഹിതൻ, ഈ നിലകളിലൊക്കെ ശോഭിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവ മനുഷ്യൻ. ആ ഒറ്റ പ്രാർത്ഥന മനുഷ്യൻ നിന്നെടുത്ത് ഫെലിസ്ത്യ ശക്തിക്ക് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ആമേൻ. ശമൂവേൽ അവിടെ വിട്ടപ്പോൾ ഫെലിസ്ത്യർ എഴുന്നേറ്റു. 17-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഇസ്രായേലിനെതിരായി വീണ്ടും ഫെലിസ്ത്യർ എഴുന്നേൽക്കുകയാണ്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, 6 മുഴം ഒരു നെടുപ്പമുള്ള മല്ലനായ ഗോലിയാത്തിന്റെ നേതൃത്വത്തിൽ ഒരു മുഴം 1.5 അടിയാണ്. ഒരു ചാൺ 25 സെന്റിമീറ്റർ, 6 മുഴം 9 അടി. ഒരു ചാൺ 25 സെന്റിമീറ്റർ, ഏകദേശം 10 അടിയിലധികം ഉയരമുള്ള ഒരു മനുഷ്യൻ. 5000 ഷേക്കൽ തൂക്കമുള്ള താമര കവചം ധരിച്ച്. ഒരു ഷേക്കൽ 10 ഗ്രാമാണ്. 5000 ഷേക്കൽ 50 കിലോ വെയിറ്റ് വരുന്ന താമര കവചം ധരിച്ചുകൊണ്ട് ഒരു വേലുമായി കയ്യിലൊരു കുന്തമായി നിൽക്കുമ്പോൾ അവന്റെ മുൻപിൽ ഒരു പരിചക്കാരൻ വന്നു നിൽക്കും. സ്തോത്രം. ഇസ്രായേൽ നിരകളെ കഴിഞ്ഞ 40 രാത്രിയും 39 രാത്രിയും 40 പകലുമായി വെല്ലുവിളിക്കുകയാണ്. നിങ്ങളിൽ ഒരുവനെ തെരഞ്ഞെടുത്ത് എൻ്റെ നേർക്കയക്കണം. ഞാൻ അവൻ എന്നോടും യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ അവനെ തോൽപ്പിച്ചാൽ അത് നിങ്ങൾ ഞങ്ങൾക്കടിമകൾ, അവൻ എന്നെ തോൽപ്പിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കടിമകൾ. വെല്ലുവിളി മുഴങ്ങുമ്പോൾ ഒറ്റയൊരുത്തൻ മുന്നോട്ട് വരാനില്ല. എല്ലാവരും ഭയപ്പെടാൻ തുടങ്ങി. നാളുകളെ നിന്നെ ഭയപ്പെടുത്തി ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, നിനക്ക് ഡിപ്രഷൻ പോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് നിന്നെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന ആ ഗോലിയാത്ത് നിന്റെ മുന്നിൽ വീഴാൻ സമയമായെന്ന്. സ്വതം. പ്രൈസ് ദി ലോർഡ്. ഗോലിയാത്തിന്റെ വലിപ്പം കണ്ട് ഇസ്രായേലിൽ ഭയപ്പെട്ടു. ശൗല് ഭയപ്പെട്ടു. അവന്റെ ശബ്ദം കേട്ട് ഇസ്രായേലിൽ ഭയക്കാൻ തുടങ്ങി, പുറകോട്ട് മാറാൻ തുടങ്ങി. പക്ഷേ ആ യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് അഭിഷേകമുള്ള ഒരു കൊച്ചനെ ദൈവം കൊണ്ടുവന്നു. സ്വതം. അഭിഷേകം ഉച്ചയിൽ തളയ്ക്കുന്നവന്റെ കയ്യിൽ യുദ്ധമില്ല, പക്ഷേ അഭിഷേകം തന്റെ മേലുണ്ട്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവം ഇറങ്ങുകയാണ്. വിശ്വസിക്കുന്നവർ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇസ്രായേലിൽ മുഴുവൻ ഗോലിയാത്തിന്റെ വലിപ്പം കണ്ടപ്പോൾ, ഗോലിയാത്തിന്റെ ശബ്ദം കേട്ട് ഭയപ്പെട്ടപ്പോൾ ദാവീദ് ഗോലിയാത്തിന് നേരെ അടുക്കുകയാണ്. ഗോലിയാത്തേ, നീ അവന്റെ വലിപ്പം കണ്ടില്ലേ? കണ്ടു. നീ അവന്റെ ശബ്ദം കേട്ടില്ലേ? കേട്ടു. എന്നാൽ നിനക്ക് ഭയമില്ലേ? ദാവീദ് പറയുന്ന ഒരു വാക്കുകൾ ഞാൻ ഇങ്ങനെ പറയട്ടെ. ഞാൻ അവന്റെ വലിപ്പമല്ല കണ്ടത്, ഞാൻ അവന്റെ ശബ്ദമല്ല കേൾക്കുന്നത്, അവനെ തകർക്കാനുള്ള തിരുനെറ്റിയുടെ മർമ്മമാണ് ദൈവം എന്നെ കാണിച്ചിരിക്കുന്നത്. കൃപ കൃപ കൃപ. ശത്രു നിന്റെ മുൻപിൽ തോറ്റ് മാറുമ്പോൾ
ഇന്ന് രാത്രി ശത്രു നിന്റെ മുൻപിൽ കീഴടങ്ങുമ്പോൾ അടകൽ ഖരാദനാദികസിയാന അർത്ഥവൈഡവനഘടകശൈഡവനഘടകസിയ എല്ലാവരും കാണുന്നത് പോലെയല്ല നീ കാണാൻ പോകുന്നത്, എല്ലാവരും കേൾക്കുന്നത് പോലെയല്ല നീ കേൾക്കാൻ പോകുന്നത്. നിന്റെ മേൽ ഒരു അഭിഷേകമുണ്ട്. ഇന്ന് രാത്രി അഭിഷേകം ചലിക്കുകയാണ്. ആ അഭിഷേകം നിന്റെ മേൽ ജ്വലിക്കുകയാണ്. ശത്രുവിനെ തകർക്കാനുള്ള തിരുനെറ്റിയുടെ മർമ്മം ദാവീദിന് ദൈവം വെളിപ്പെടുത്തിയതുപോലെ ഇതുവരെ ആർക്കും വെളിപ്പെടാത്ത ചില വെളിപ്പാടുകൾ നിനക്ക് സ്വർഗം കൈമാറുന്ന രാത്രിയാ. നിനക്ക് ചിലത് വെളിപ്പെടുത്തുന്ന രാത്രിയാ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവം ഇറങ്ങുമ്പോൾ ഇത് വിടുതലിന്റെ രാത്രിയാകയാ. ആത്മാവിൽ എല്ലാവരും ഏറ്റെടുത്ത് ശക്തമായി ആരാധിച്ച് ഈ രാത്രി വിടുതൽ ഏറ്റെടുക്കട്ടെ. ശത്രു നിന്റെ മുൻപിൽ തോറ്റു പിന്മാറുകയാ. നിന്റെ തലമുറയ്ക്ക് മുന്നിൽ നിന്ന്, നിന്റെ കുടുംബത്തിന്റെ മുന്നിൽ നിന്ന് ശത്രു നിന്റെ മുൻപിൽ തോറ്റു പിന്മാറുന്നത് ഈ രാത്രി ആത്മാവിൽ അറിയുന്നവർ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി, കണ്ണുനീരിന്റെ മറുപടി, അവൻ ദൈവ ശബ്ദം ഇന്നു രാത്രി നിന്റെ കാതിൽ മുഴങ്ങുമ്പോൾ മൗനമായിരിക്കരുത്. വിടുതൽ ഏറ്റെടുത്തുകൊണ്ട് ശക്തിയോടെ അല്പസമയം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഒരു വഴിയായി വന്നവനെ 7 വഴിയായി ചിതറിക്കുന്നതെയും 7 വഴിയായി ചിതറിക്കുന്നതെയും നീ മുന്നോട്ട് പോകും കേട്ടോ. നീ വാഗ്ദത്തം കാണും കേട്ടോ. അവൻ നീ വിടുതൽ അനുഭവിക്കും കേട്ടോ. ശത്രു വെട്ടു വിഴുങ്ങിയതൊക്കെ ഇന്ന് രാത്രി അവന്റെ വായ്ക്കകത്തു നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിന്നെ മാനിക്കാൻ കഴിയുന്നവൻ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ഒന്നിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. അവൻ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നാം പാടി ആരാധിക്കുമ്പോൾ ഇതൊരു വിടുതലിന്റെ രാത്രിയാണ്. നിന്റെ ശത്രു നിന്റെ മുൻപിൽ തോറ്റുപോകും. ഒരു വഴിയായി വന്നവൻ 7 വഴിയായി ചിതറിപ്പോകും. വിശ്വസിച്ച് പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ചേർന്ന് അവൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ.